ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മൺഡേക്ക് പോകും അനാലിസിസ് ആണ്. ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ലേണിംഗ് പർപ്പസിലാണ്. ലേൺ ചെയ്യുക, ഓൺ ചെയ്യുക, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. റൈറ്റ്, നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ചാർട്ട് അനാലിസിസ് ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു ഇല്ല എന്ന് മറക്കരുത്, ചെക്ക് ചെയ്യണം. പിന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, റീൽസും വീഡിയോ ഒക്കെ ഇന്ന് മോർണിംഗിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഫുൾ കാണണം. ആ ഫുള്ള് കാണണം. ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ വാട്ട് ഈസ് ദ അനാലിസിസ്, ലേണിംഗ് എന്താണ്, എന്താ റീസൺ എൻ്റെ ചാനലിൻ്റെ പേര് ലേൺ വിത്ത് ഫർമാൻ വെക്കാനുള്ളത്. നിങ്ങളുടെ കൂടെ ഇനി ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ലേണിംഗ് വീഡിയോസ് നിങ്ങളുടെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നു, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നു. സോ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. എല്ലാം അനാലിസിസ് ഡീപ്പായിരിക്കും, നല്ലൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും, കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങൾ ശരിക്കും ലൈവ് മാർക്കറ്റിലായാലും എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇൻ ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിക്കണം എല്ലാം. ഞാൻ ഇന്നലത്തെ ആദ്യം എക്സ്പ്ലനേഷൻ ചെയ്യാൻ എന്താണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഫസ്റ്റ് ഈ സപ്പോർട്ട് ലൈൻ, ഓക്കെ, സപ്പോർട്ട് എടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ, നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു 333 കറക്ഷൻ, ഇത് ഇന്നലെ എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അവരിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടി പോയത് ഈ കറക്ഷൻ 333 കറക്ഷൻ നമ്മുടെ ലാംഗ്വേജിൽ ഇതിൽ പറയണത് ശരിക്കും ഇതൊരു ലാസ്റ്റ് കറക്ഷനാണ്. ഇത് കഴിഞ്ഞിട്ട് കറക്ഷൻ വരാൻ പാടില്ല, കറക്ഷൻ വരാറില്ല. ഓക്കെ, ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടിപ്പോയത്, കാരണം അത് അഡ്വാൻസ് അനലൈസിസ് ആണ്. ദാറ്റ് മീൻസ് അത് നേരത്തെ ഇന്നലെ ലൈവ് മാർക്കറ്റിലാണ് ഞാൻ ചെയ്യാറുള്ളൂ. സോ അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. ഓക്കെ, സോ അത് ഇപ്പം നിങ്ങളുടെ മുമ്പിലാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ ഇതിൻ്റെ ലോജിക് ശരിക്കും എന്താണ്, ഇത് 4th വേവിൽ മാത്രം ഫോം ആവാറുള്ളൂ. 4th വേവിൽ 2 പാറ്റേൺ ഫോം ആവാറുള്ളൂ, 333 കറക്ഷൻ ആൻഡ് ട്രയാങ്കിൾ പാറ്റേൺ. ഓക്കെ, 333 കറക്ഷൻ ആൻഡ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് 4th വേവിൽ ഫോം ആവാറുള്ളൂ. അതിൽ 333 കറക്ഷൻ ആണ് ഇത്. 4th വേവ് എങ്ങനെയാണ്, ഇതിൻ്റെ ഫുൾ കൗണ്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾ പക്ഷേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടി നന്നായിട്ട്. പക്ഷേ പ്ലേലിസ്റ്റിലുള്ളതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം, എന്നിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. കാരണം ആ പാറ്റേൺസും ഞാൻ ഷെയർ ചെയ്തതിനകത്ത് കാറ്റലിസ്റ്റിക് പാറ്റേൺസ് ആയാലും SMC ഫുൾ 1 to 3 വീഡിയോസ് എത്ര വെച്ചാൽ ഫുൾ പാർട്സ് എല്ലാം നിങ്ങളെല്ലാം ആ പ്ലേലിസ്റ്റിലുള്ള ലേണിംഗ് ലെസൺ ഫുൾ ബൈ ഹാർട്ട് ചെയ്തേക്കും. നമുക്ക് ബാക്കി അനാലിസിസ് തുടങ്ങാം. ഓക്കെ, സോ ഇനി നമ്മുടെ ഇതിൻ്റെ ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഈ പാറ്റേൺ ബ്രേക്കൗട്ടായി. ഇനി സ്മോൾ ടൈം ഫ്രെയിമിലാണ് 1 to 3 ശരിക്കും കൗണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇപ്പോൾ ഇനി ദാറ്റ് മീൻസ് അവിടെ നിന്ന് 4th വേവിന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു ആൻഡ് ദെൻ ഇപ്പോൾ സ്റ്റാർട്ടായി. ഓക്കെ, ഇത് ഇവിടെ നിന്നാണ് സപ്പോർട്ട് 1 2 3 4 5. ഇത് ഫുൾ 5 ആണ് കൗണ്ട് ചെയ്തത്. ഓക്കെ, ഫുൾ 5. ദാറ്റ് മീൻസ് ഇവിടെ 5th ഒരു മൂവിൽ 1 മൂവിൽ 5 സബ് മൂവ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ 5 മൂവ് ഇവിടെ വരെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, ഇനി ഉള്ളത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, റെസിസ്റ്റൻസ് നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ്. ഓക്കെ, ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സപ്പോർട്ട് ഇത്. ഓക്കെ, ആൻഡ് ഈ ഗ്രീൻ ബോക്സ് സ്റ്റിൽ ഇവിടെ കിടക്കട്ടെ, സ്റ്റിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ഒരു താഴേക്ക് റിട്രേസ്മെൻ്റ് ആണ്. അത് മുകളിൽ പോയിട്ട് വരുമോ ഓർ ഇവിടെ നിന്ന് തന്നെ ആ റിട്രേസ്മെൻറ്റ് വരുമോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആ റിട്രേസ്മെൻറ്റ് താഴേക്ക് വന്നാലേ അവിടെ നിന്ന് ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കണം. സപ്പോർട്ട് എടുത്തിട്ട് വേണം ആ സംഭവം മുകളിലേക്ക് കയറാൻ. ഓക്കെ, അത് മുകളിലേക്ക് കയറുമ്പോൾ ആണ് നമുക്ക് ഇനി ഫെർദർ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ആ കൺഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയാമോ? യെസ്, ഇതെടുക്കാം. ഫിബൊനാച്ചി ഇവിടുന്ന് നമുക്ക് താഴെ ഇതാണ്, താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ റീട്രേസ്മെൻറ്റ് വെക്കണം. റിട്രേസ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾ നോർമലി 38.20%, 50%, 61 ആൻഡ് മാക്സ് ടു മാക്സ് ഇവിടെ വരെ വരാറുണ്ട്. 81% മാക്സ് ടു മാക്സ് വരാറുണ്ട് ഈ ഫോൾ. ഓക്കെ, ഹെവി ന്യൂസ്
ഈ ലെഗിൽ ശരിക്കും അങ്ങനെ പറയാറുണ്ട്, ന്യൂസ് വരാറുണ്ട്. സോ ന്യൂസ് വന്നു കഴിഞ്ഞാൽ മേ ബി ഡബിൾ ബോട്ടം വരെ ഇവിടെ വരും, ഇവിടെ വരെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ കയറുന്നത്. ബട്ട് നമ്മുടെ ഈ ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഈസിലി നിങ്ങൾക്ക് അത് ഈസിലി പതിയെ പറയാൻ പറ്റും. ഞാൻ ഈസിലി അത് ക്ലിയർ ചെയ്ത് തരാം. ഈസിലി എളുപ്പത്തിന് അത് പിടി കിട്ടത്തില്ല. എന്തായാലും ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് ആയാലും ഓക്കെ, ഈ ഗ്യാപ്പ് ആയാലും ഓർ ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടുന്ന് ഫസ്റ്റ് മൂവ് താഴേക്ക് തന്നെ വരേണ്ടതാണ്. അത് വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് എവിടുന്ന് അത് സപ്പോർട്ട് എടുക്കുന്നു, ആ സപ്പോർട്ട് ഇവിടുന്ന് ഇനി എടുക്കുന്നു, എന്നിട്ടായിരിക്കും ബാക്കി ഫർദർ അപ്പ് മൂവ്. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എന്തായിരിക്കും, താഴേക്കാണ് നമുക്ക് നോക്കണം. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ഇനി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നിഫ്റ്റിയിൽ ബാക്കി റെസിസ്റ്റൻസ് കാര്യങ്ങൾ പക്കാണ്, വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനി സ്റ്റിൽ ഒരു അപ്പ് മൂവ്, ബാക്കി നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ സ്റ്റിൽ ഒരു അപ്പ് മൂവ് കിടക്കുന്നുണ്ട്. ഇവിടുന്ന് അല്ലെങ്കിൽ എവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നു, ആ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ താഴെ നിന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ്. കാരണം ഇതൊരു സിംഗിൾ ഒരു ലെഗാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ. സെക്കൻഡ് ലെഗ് താഴേക്ക് വരും, തേർഡ് ലെഗ് ബൈങ് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് പോകാറുള്ളൂ. ഓക്കെ, മുകളിലേക്ക് പോയിട്ട് വീണ്ടും റെസിസ്റ്റൻസ് പിന്നെ താഴേക്ക് വരും, പിന്നെയാണ് മുകളിലേക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ അപ്കമിങ് വീഡിയോസിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്യും. ബട്ട് അതിന് കുറച്ച് ടൈം എടുക്കും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു സബ്സ്ക്രൈബ് 660 650 650 അബവ് ആയിട്ടുണ്ട്. ഇനി കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി ഒന്ന് പ്ലേലിസ്റ്റിൽ പോയി അതൊക്കെ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം മുമ്പിലോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓവറോൾ കൺഫ്യൂഷൻ ആയിരിക്കും. ചില പേർക്ക് അത് മനസ്സിലാവും, ചില പേർക്ക് അത് മനസ്സിലാകത്തില്ല. ഓക്കെ, സോ പുതിയ ചേർന്നത് അവരെല്ലാവരും കൂടി പ്ലേലിസ്റ്റിൽ പോയി വീഡിയോ കണ്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്കമിങ് ഡേയ്സിൽ എൻ്റെ മാത്രമല്ല ആരുടെ ആവശ്യം വരത്തില്ല. കാരണം അത്രയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് എക്സ്പേർട്ട് നിങ്ങൾ ആകും. ഇൻ ഫ്യൂച്ചർ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ എല്ലാത്തിനും ഒരു എന്തെങ്കിലും നല്ലൊരു ലോജിക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ. ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് വേറെ കോൾസിൻ്റെ ആവശ്യമില്ല. ഈ സംഭവം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ താഴേക്ക് വരും, എവിടെ നിന്ന് താഴേക്ക് വരും, ഓൾമോസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് 90 to 80% നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടാവും. ഓക്കെ, അത്ര ഞാൻ പറഞ്ഞേക്കാം. സോ ഇനി ഈ അനാലിസിസ് കഴിഞ്ഞു. ബട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഓടിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്നാണ് നമ്മുടെ ചാനലിൽ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ബോട്ടം ഓർ ഈ ലെഗിൻ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് മുകളിലേക്ക് വരേണ്ടതാണ്. ഓക്കെ, സോ അത് ഏത് ബേസിലാണ്? ദാറ്റ് മീൻസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു ആൻഡ് 1 2 താഴേക്ക് വന്നു, തേർഡ് മുകളിലേക്ക് പോയി ആൻഡ് ഫോർത്ത് താഴേക്ക് വന്നു. ഇനി ഫിഫ്ത്ത് വീണ്ടും മുകളിലേക്ക് പോയിട്ട് പിന്നെ അവിടെ അത് തീരും. ഈ മേജർ ഫുൾ ലെഗ് തീരും. എവിടെ തീരേണ്ടതാണ്? അത് ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ എവിടെയെങ്കിലും തീരേണ്ടതാണ്. 24,400 ഓർ 500 ഈ ഇൻ ബിറ്റ്വീൻ ഇവിടെ തീരേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി നമുക്ക് പിന്നെ നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇൻട്രാഡേ ലെഗ്സ് ആണ്, 15 minutes ടൈം. സോ ഷാർപ്പ് മൂവ് ആയിരിക്കും, സോ കൺഫ്യൂസി ആയിരിക്കും. സോ നമുക്ക് ഇപ്പോൾ അതൊന്നും ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് മുകളിലേക്ക് വരട്ടെ. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നമ്മുടെ ഇത് ലേണിംഗ് ചാനലാണ്, ലേണിംഗ് ലെവൽസാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ, ലേണിംഗ് വ്യൂസാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. സോ നിങ്ങളെല്ലാവരും കൂടി അത് വെച്ചിട്ട് വേണം ഇത് എല്ലാം കൂടി ട്രേഡ് ചെയ്യാൻ. ഇനി കണ്ണടച്ച് ചുമ്മാ ഇവിടെ നിന്ന് CP എടുക്കേണ്ട ആവശ്യമില്ല. പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമൊന്നുമില്ല, കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ ഫുള്ള് നിങ്ങളുടെ ഈ എമൗണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ വാനിഷ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ എമൗണ്ട് ഫണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, പൂജ്യമായിരിക്കും. സോ മനസ്സിലാക്കണം. ഓക്കെ, ലെവൽസ് ഇതിനകത്ത് വേറെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കുന്ന മുന്നേ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇതുപോലത്തെ തന്നെ ഓൾമോസ്റ്റ് ഈ പാറ്റേൺ പറയാനോ, ബട്ട് ബാങ്ക് നിഫ്റ്റി ടോട്ടലി സൈഡ് വേസ് ആക്കി. ശരിക്കും ഇന്ന് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും അവർ സൈഡ് വേസ് ആക്കിയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഈ ഒരു ലെവൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇത് സപ്പോർട്ട് ബ്രേക്ക് ആവുന്നവരെ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും ഉണ്ടാവില്ല. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ ബെറ്റർ നിഫ്റ്റി ആയിരിക്കുള്ളൂ. എന്നുവെച്ചാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് വോള്യൂം കുറവായിരിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ അത്ര വോളറ്റിലിറ്റി ഉണ്ടാവില്ല. സോ ട്രാപ്പ് ചെയ്യും, പ്രീമിയം ഹൈ ആയിരിക്കും.
സോ നിഫ്റ്റി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ട്രേഡ് ചെയ്യാൻ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ഇത് തരും, കോൺഫിഡൻസ് തരും കുറച്ചുകൂടി. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിക്ക്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാനുള്ളത് നമുക്ക് ഫുൾ സ്റ്റിൽ ഈ റേഞ്ചിലാണ്. ഈ റേഞ്ചിന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് വരണം, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും പറയാനില്ല. ഈ ബാങ്ക് നിഫ്റ്റി നമ്മൾ വേവ് ഞാൻ കൗണ്ട് ചെയ്താൽ ഇവിടുന്ന് ബൈങ് വന്നു 1 2 3 4 5 ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ മുകളിലേക്ക് പോയാലും ബുക്കിംഗ് തന്നെ വേറെ ഉള്ളൂ. അതാണ് ബാങ്ക് നിഫ്റ്റി ഫുൾ ഈ സ്ട്രക്ചറുടെ അകത്ത് കുടുങ്ങി കിടക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും കിട്ടിയില്ല. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ താഴേക്ക് ഡൗൺ സൈഡ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇത് ഈ ലോ ഇന്നും കണ്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് സഡൻ വീണ്ടും മുകളിലേക്ക്. സോ ഇത് സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്യാതെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് ഒന്നും തരത്തില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഫുൾ കൺഫ്യൂഷൻ തന്നെയാണ്. ഈ ബോക്സിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. നമ്മുടെ റെക്ടാങ്കിൾ ബോക്സിൽ ഇത് കണ്ടോ, ഫുൾ സ്ട്രക്ചർ ഇതിൻ്റെ അകത്തായി കിടക്കുന്നു. ഇതാണ് ആക്ച്വൽ സ്ട്രക്ചർ. സോ വോളറ്റിലിറ്റി ഇഷ്ടംപോലെ ഉണ്ട് ഇതിനകത്ത്. മീൻസ് ഇവിടെ ഇത് കണ്ടോ, സഡൻ അപ്പ് താഴേക്ക് വീണ്ടും ആ ബോക്സിൻ്റെ അകത്തുകൊണ്ട് വീണ്ടും സ്പൈക്ക് മോഡിലേക്ക് വീണ്ടും ബോക്സിൽ ഇവിടെ ജസ്റ്റ് താഴേക്ക് കാണിച്ചിട്ട് വീണ്ടും മോഡിലേക്ക് കൊണ്ടുവന്നേക്കാം. സോ ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. ഇതിനകത്ത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ബെസ്റ്റ് ട്രേഡ് ഇതിൻ്റെ ബിലോ പ്രൈസ് 16 ആയാൽ മാത്രമേ ബെസ്റ്റ് ട്രേഡ് കിട്ടുകയുള്ളൂ. ഓർ അല്ലെങ്കിൽ പ്രൈസ് ഇതിൻ്റെ അബവ് 52,220 അബവ് സസ്റ്റെയിൻ ആണോ, ദെൻ ഈസിലി നമുക്ക് അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബാങ്ക് നിഫ്റ്റിയിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ വേവ് കാര്യങ്ങൾ എന്തെങ്കിലും കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ചെറിയൊരു അപ്പ് മൂവ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുള്ളൂ. ബട്ട് സപ്പോർട്ട് എടുക്കുമോ ഇല്ല എന്നാണ് കൺഫ്യൂസിങ് ആണ്. അത് സ്ട്രക്ചർ ഇതിൻ്റെ ഇത്തിരി കൺഫ്യൂസിങ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനാണെങ്കിൽ ഐ തിങ്ക് ഇത് ഈ രണ്ട് റെസിസ്റ്റൻസ് 52,150 ആൻഡ് 220 ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ മുകളിലേക്ക് അപ്പ് മൂവ് കിട്ടുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ താഴേക്ക് വീണ്ടും വന്നാൽ ബൈങ് ജനറേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇത് ബ്രേക്ക് ആവാണ്ട് ബൈങ് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു 2 to 3 ഇതിങ്ങനെ ഈ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചോളൂ. ഓക്കെ, ആൻഡ് ഇത് ഇവിടുന്ന് ഇത് ഫസ്റ്റ് വീവാണ്, തേർഡ് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ. സോ എക്സ്പാൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റിയിൽ വോളറ്റൈലായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം. സോ പ്രൈസ് വീണ്ടും ഇവിടുന്ന് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. വന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് ഈ സപ്പോർട്ട് ഇവിടുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക്. ഷാർപ്പായിരിക്കും, റിസ്കി ആയിരിക്കും. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ കൂടുതൽ പറയണില്ല. ബാക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും മുകളിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് മാറണം, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യും. പിന്നെ ചിലപ്പോൾ അവിടുന്ന് വീണ്ടും പിന്നെ താഴേക്ക് കൊണ്ടിടുന്നത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഈ റേഞ്ചിൻ്റെ അകത്താണ് ഫുൾ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഇതിൻ്റെ 4th വേവ് താഴേക്ക് 50 മുകളിലേക്ക് പോകേണ്ടതാണ്. പിന്നെ ആക്ച്വൽ മൂവ് ഇതിൻ്റെ അബവ് കിട്ടുള്ളൂ. ഇത് 52,220 അബവ്. സോ താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പ്ലേ ചെയ്താൽ മതി. നോക്കിയിട്ട് പ്ലേ ചെയ്യണം കേട്ടോ. സോ ഞാൻ ഷെയർ ചെയ്യുന്ന അനാലിസിസ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ഹാപ്പി വീക്കെൻഡ്.